ഞാൻ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. രജനി സാറിനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാള് എന്നെ കണ്ടപ്പോൾ ശരിക്കും രജനീകാന്ത് പോലെ തന്നെയാണെന്ന് പറഞ്ഞു. പേരൊന്നും പറഞ്ഞില്ലേ, ആളാണ് ഇപ്പൊ എന്നോട് ഇരിക്കുന്നത്. ഞങ്ങള് ഇപ്പോ നാട്ടുകാരാണ്, അതിന് വളരെ സന്തോഷം. ഇനി ഇവിടെ നിന്ന് പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ അറൂര് കുറെ കലാകാരന്മാരുണ്ട്, ഞാൻ പണ്ട് പോലെ കണ്ടേക്കണം. എനിക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഒരു ഇന്റർവ്യൂ നടത്തണം. അവരെങ്ങനെ ഫീൽഡിൽ നിന്ന് പോയി, അവരിപ്പോ എന്തായി, അങ്ങനെ കൊണ്ട്. അപ്പൊ ചേച്ചി വേറെ ഒന്നുമില്ല, ചേച്ചി അതിന് എനിക്കൊരു എന്താണ് ആദ്യമായിട്ട് ചേച്ചിയായിട്ട് അനുഗ്രഹം വേണം. എന്റെ പൊന്നുമോനെ ഞാൻ അനുഗ്രഹിക്കാനാര് സിനി ഫീൽഡിൽ നിന്ന് നഴ്സറി കുട്ടിയാണ് ചേച്ചി. എന്തോ ഓരോരുത്തർ പറഞ്ഞു തരുന്നത് അതുപോലെ ചെയ്യാൻ പറ്റുന്നു. എൻ്റെ അമ്മയ്ക്ക് നാളെ കഞ്ഞി കൊടുക്കാൻ ദൈവം തന്നിടാൻ അനുഗ്രഹം, അത്രേ ഉള്ളൂ. എന്താ എന്നെ കൊണ്ട് കഴിഞ്ഞ സഹായം ഞാൻ ചെയ്തു തരാം. അതെന്താന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും. ഞങ്ങള് തമ്മില് അടുപ്പം വന്നത് ഉണ്ണികൃഷ്ണൻ. പുള്ളി ഞാനായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. പുള്ളിപ്പോ ഇവിടെ ലോകത്തില്ല. എങ്കിലും ഞാൻ ചേച്ചിനെ കാണുമ്പോ ഇടക്ക് ഇവിടെ വെച്ച് കാണുമ്പോ സംസാരിക്കാറുണ്ട്. എനിക്കും ഒരു സന്തോഷമല്ലേ, കാരണം എൻ്റെ ആങ്ങളെ കാരണം കൊണ്ട് എനിക്കൊരു കലാകാരനെ കിട്ടുക, അതും എല്ലാവരും ആരാധിക്കുന്ന ഒരു രജനി സാറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമല്ലേ. അല്ല ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് അവിടെ നിന്ന് ഞാൻ ആ തൊട്ടടുത്ത് അവിടെ കല്യാണമാണ് ആ പോയിക്കരുന്ന്. പെട്ടെന്ന് ഞാൻ നിന്നെ രാജേഷ് എനിക്ക് അറിയാൻ പാടില്ല. നിന്നെ കണ്ടപ്പോനെ അയ്യോ രജനി സാർ രാജേഷോന്ന്, രജനീകാന്ത് രാജേഷ് അതല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ പക്ക എൻ്റെ കണ്ണില് കാണുന്ന ഒരാള് നേരിട്ട് കണ്ടേക്കുന്ന ഒരാള് പറയുമ്പോ ഞാനെന്താ വെച്ചാൽ ഞാൻ ദിവസങ്ങളോളം സാറായിട്ട് അണ്ണാത്തേര് ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങള് പിന്നെ മുത്തൂലാണ്, അതിന്റെ മലയാള ഉമ്മ മുത്തകാവ് ചോദിക്കാൻ ഞങ്ങളുടെ ഇവിടെ വരുന്നത് മുത്തകാവ്. ഞാൻ നാടകത്തിൽ പോണ സമയമാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു രജനി സാറിന് ചീത്ത പറയുന്നൊരു സീനുണ്ട് എന്ന് പറയും. അപ്പോൾ ആരും വേണമെങ്കിലും ചീത്തക്ക് പൈസ കിട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രജനി സാറിനെ ആദ്യം കാണുന്നതും ചീത്ത പറയണതും. എൻ്റെ മകളായിട്ട് അമ്മയ്ക്ക് ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞു. നാടകത്തിൽ തന്നെ എൻ്റെ മോളെ കൊടുത്തു. മുത്തുകാവ് ചോദിക്കുമ്പോൾ അവൾ കരയും, ഞാൻ ഓടി വരും, അങ്ങനെ ചീത്ത പറയണേ. അന്ന് സാർ എന്നെ വിളിച്ചതാണ് ചെന്നൈയിലേക്ക്. അന്ന് നമുക്ക് യോഗയായിട്ടില്ല, നമുക്ക് ആ സമയമാകുമ്പോൾ തന്നെ എന്നെ തേടി വന്നു. കസ്തൂരിമാനാണ് എനിക്ക് തമിഴിലേക്ക് എൻട്രി. രജനി സാറിനെ നേരിൽ കണ്ട് ഞാൻ തന്നെയാണ് പറയുന്നത്. എനിക്ക് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ യൂട്യൂബില്. കാരണം പിന്നെ സാറിന് ഷർട്ടിന്റെ വെച്ചിട്ട് ഇങ്ങനെ ഒരാക്കല് അതൊക്കെയാണ് പിന്നെ അങ്ങനെയുള്ളതൊക്കെ. അല്ല പുള്ളി നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കുണു 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 എന്നുള്ളൊരു നടക്കല് വന്നിരിക്കുന്നതും. എന്നാ ലേറ്റ് അയച്ചു സാർ, എന്നാ ലേറ്റ് അയച്ചു സാർ, ആരെങ്കിലും പറയാം സാറ് ലേറ്റ് ആയി. അതൊക്കെ കുട്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയത്. രജനി സാറ്, വിജയ്, ശശികുമാർ, മരിച്ചുപോയ ഭദ്രൻ സാറിന്റെ ഒരേ അമ്മയായി. ഒക്കെ അതിലും വലിയ ഭാഗ്യം ആർക്കാ കിട്ടാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, നീ നേരിട്ട് വന്ന് ചോദിക്കാൻ. എനിക്ക് വേറൊന്നും ഒരുപാട് കലാകാരന്മാർ പറവൂരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണുകയും അവരുടെ ഒരു ഇന്റർവ്യൂ, അത് പ്രശസ്തരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കലയുണ്ട്, അവരെ എനിക്ക് എന്റെ ഇതിൽ ഒന്ന് പരിചയപ്പെടുത്തണം. മോനെ, പ്രശസ്തര് എന്ന് പറഞ്ഞാൽ കലയിൽ നിപുണത നേടിയൊരാരും ഇല്ല. കാരണം കല വളർന്നു വരേണ്ട ഒരു സംരംഭമാണ്. നമ്മളും അതിൽ കൂടി വളർന്നു വരികയാണ്. ഞാൻ ഒരു 10-600 പടത്തിൻ്റെ ഏരിയത്തൊക്കെ മലയാളം ചെയ്തു. ഒരു 10-40-50 ഏരിയത്ത് 40 എന്തായാലും ആയി തമിഴ് പടം ചെയ്തു. ഇന്നും ഞാൻ ആരുമല്ല, വളർന്നു വരുന്ന ഒരു കലാകാരി, നഴ്സറി കുട്ടി. അതാരും അംഗീകരിക്കില്ല. ഞാൻ വളർന്നു വരുന്നല്ല, കലയിൽ പൂർണ്ണത നേടിയ അല്ല, അത് കുഴപ്പമില്ല, അതൊരു ഇതിൻ്റെ ഞാൻ അതൊക്കെ അതിൻ്റെ. അപ്പം എന്തും നമുക്ക് പൂർത്തീകരിക്കാം. ഒരു കോടീശ്വരനാണ് ഒരു വീടുണ്ടാക്കാൻ. ഒക്കെ എൻ്റെ കണ്ടുപിടുത്താട്ടോ, വേറൊരാൾ പറഞ്ഞതോ ചോദിച്ചതല്ല. ഒരു കോടീശ്വരൻ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞു. അവൻ പുറത്ത് നിന്ന് അയാളും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും വന്നിങ്ങനെ ചുറ്റും നോക്കി നിന്ന് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സൂപ്പറായി. അതിൽ കുറേ കല്ലും മണ്ണും പിന്നെ പെയിൻറ്റും കമ്പികളും ഒക്കെ ബാക്കിയുണ്ട്. കാശ് കൊടുത്ത് മേടിച്ചതാ.
പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇത് ബാക്കിയുണ്ടെന്ന് വിചാരിച്ചാൽ അത് അവർക്കെല്ലാം എവിടെയും വെച്ച് തേക്കാൻ പറ്റുമോ? കമ്പിക്കഷ്ണം എവിടെയും കൊണ്ട് കുത്തി നിർത്താൻ പറ്റുമോ? പെയിന്റ് എവിടെയെങ്കിലും കുത്തി വെക്കാൻ പറ്റുമോ? നേരെ മറിച്ച് നീ തന്നെ ഒരു പടം ചെയ്തു, എല്ലാം കഴിഞ്ഞു തേറ്റ്. അപ്പോൾ നീ ഡബ് ചെയ്യാൻ പോകുമ്പോൾ നിനക്ക് തോന്നും, ഡബ് ചെയ്യുമ്പോൾ ആദ്യം അത് ഇട്ട് തരും. ഡബ് ചെയ്യുമ്പോൾ തോന്നും അയ്യോ അത് ഒന്നുകൂടി അവിടെ ചെയ്യായിരുന്നു, ഒന്നുകൂടി ചെയ്യായിരുന്നു. ഡബിങ്ങൊക്കെ പൂർത്തിയായി എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മളെന്തായാലും തിയേറ്ററിൽ പോകില്ല. ആദ്യത്തെ പടം കാണാൻ എന്തായാലും പോകും. അവിടുത്തെ അയ്യോ എനിക്കതൊന്നും കൂടി ആ ഡയലോഗ് പറയാമായിരുന്നു, എനിക്കൊന്നും കൂടി ഒരു ആക്ഷൻ എടുക്കാമായിരുന്നു. അത് തോന്നും. അതാണ് കല. അത് തോന്നും. നമ്മൾ ഒരിക്കലും പൂർത്തിയാവുന്നില്ല കല. കല എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എനിക്കിതിനെ പറ്റി ഒരുപാട് കാഴ്ചപ്പാടും നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്തായാലും ഞാനിനി വരുന്നതൊക്കെ പുള്ളിക്കാരന്റെ പേരും പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഇവിടെ ഒന്ന് വരാനായിട്ട് പലരെയും സമീപിച്ചു. അല്ല അങ്ങനെയല്ല, അതെന്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കും ഒരുപാട് മുമ്പോട്ട് പോകണം. നല്ല കാര്യം. എന്താ പറയാ, ഞാനിപ്പോഴൊരു തുടക്കക്കാരനാണ്. പ്രത്യേകിച്ച് ഇപ്പൊ രജനി സാറിന്റെ കുറെ ഷോയും കാര്യങ്ങളും ആ ഒരു പേരും പറഞ്ഞ് ഞാൻ ഉള്ള ആനുകൂല്യം അത് ദൈവം വെച്ചതാണ്. നിനക്ക് രജനി സാറിന്റെ പേരിൽ നിനക്ക് ചോറുണ്ടെന്നുള്ളത് ദൈവം വെച്ചതാണ്, അല്ലാതെ മനുഷ്യകാരം തരുന്നതല്ല. അപ്പൊ ഞാൻ ആ ആനുകൂല്യം പറ്റുന്നുണ്ട്. ഇനി എന്തായാലും ഇതാണ് എന്റെ ഒരു തുടക്കം. ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാം നല്ലതായി വരട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ, നാരായണ, എല്ലാം നല്ലതായി വരും. മനസ്സാണ് എല്ലാറ്റിനും, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഒരു തുടക്കമാണ് നല്ല അടിപൊളിയാക്കി ഞാനല്ലോ. എല്ലാം നന്നാവും, പക്ഷെ നമ്മളെ മനസ്സ് നന്നാവുക. നമ്മൾ ഒരാളോട് ഒന്നിനും പോവാതിരിക്കുക. പിന്നെ കലയില് എല്ലാവരും പറയുന്നല്ലേ, എനിക്കും അത് തോന്നുന്നു. കാരണം ഇന്നലെ വന്ന ഒരാണായാലും പെണ്ണായാലും അവര് ഒരു സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിലോ പിന്നിലോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ കാര്യം ഇവിടെയല്ല, ഇവിടെ എത്തെങ്കിൽ അവർ ഇവിടേക്ക് വെക്കും. ഏതൊരു പ്രായമുള്ള ആൾക്കാർ വന്നാലും ആര് വന്നാലും അവർക്കൊരു മൈൻഡില്ല ആരായാലും. പക്ഷെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കലയ്ക്ക് പാടില്ല. അല്ല, എനിക്ക് ഒരിക്കലും അഹങ്കാരി ആവാനും പറ്റില്ല. കാരണം ഞാൻ ആരാധിക്കുന്നല്ലേ, ഞാൻ എന്റെ ഒരു എന്താ പറയാ, ഒരു ബോസ് എന്ന് പറയുന്ന ആള് എളിമ കൊണ്ട് ആണ് എല്ലാവരും കീഴടക്കുന്നത്. അതാണ്. പിന്നെ അല്ല, തലൈവര് എന്ന് പറഞ്ഞ തലൈവര് എന്നോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഞാൻ സാർ കൂടെ മുന്നാടി നടിച്ചിരിക്കേ. എന്താ പടം? മുത്തു. അതിൽ എന്നെ ക്യാരക്ടർ ഞാൻ എന്താ സാറിനെ തെറ്റത്. അപ്പടിയാ, ആരുമേലെ കൂട്ടി വെക്കരുത് അണ്ണ, അവര് ഗുണ്ട്. അത് നീങ്ങളാ? ആമാ സാർ. അപ്പൊ உங்களுக்கு എത്ര വയസ്സാച്ചെന്ന് വന്ന വശം അണ്ണാത്തേക്ക് പോയിട്ട് കണ്ട വശം എന്നോട് പറഞ്ഞു, ടാലന്റ് ആർട്ടിസ്റ്റ്. അപ്പോഴും ഞാൻ മരുന്ന് പാത്തേ ടാലന്റ് ആർട്ടിസ്റ്റ്. അതൊക്കെ ഞാൻ പറഞ്ഞു സാർ എനിക്ക് നാഷണൽ അവാർഡ് കിടച്ചതിനൊന്നുമില്ലെന്നോ. അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു മഹാഭാഗ്യമല്ലേ കുട്ടി. ഇപ്പൊ അതുപോലെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ കണ്ടില്ലേ കിട്ടുകയെന്ന് പറഞ്ഞാല് ഒന്ന് കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. രജനി സാറിന്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ ഇതുവരെ രജനി സാറിനെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഞാൻ ഇടയ്ക്ക് വരും. ഇതിപ്പോ ഞാൻ വന്നേക്കണത് തന്നെ എന്റെ മനസ്സിന്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും നല്ലതാണ്. അപ്പൊ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്ക് വളരെ, ഞാൻ ഈ ഫീൽഡിലല്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അറിവുകളും കാര്യങ്ങളൊക്കെ അറിയാത്ത നിനക്ക് അറിയണവരെ പോലും എനിക്കറിയില്ല. അറിയണ എനിക്ക് അതാണ് ഞാൻ ഉള്ളത്. ഒരാളായിട്ട് ഒരു കണക്ഷനോ ഒരു അറിവോ ഇല്ല. അവിടെ ചെല്ലും. സത്യത്തിൽ സംഭവിച്ചെന്നുള്ള പടം ഇപ്പൊ നാളെ റിലീസായി. ആ റിലീസായപ്പോ അതിന്റെ പ്രമോഷന് വേണ്ടിട്ട് വിളിച്ച് ഡയറക്ടർ ഇന്നും അത് ഭയങ്കര ഇതായിരുന്നു. പുള്ളി ഇങ്ങനെ വന്നിരിക്കുമ്പോ ഞാൻ ചോദിക്കാം, മോന് ഇതിൽ എന്താ ചെയ്തത്? അതിന്റെ മാനേജറോട് വെച്ച് അവൻ പറയും, അമ്മ ഞാനാണ് ഡയറക്ഷൻ ചെയ്തത്. അതാണ് ഞാൻ മോള്. മനസ്സിലായി? എന്തായാലും എന്താ പറയാ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഇനി തേടി വരും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, തീർച്ചയായിട്ടും അനുഗ്രഹം, അതൊക്കെയാണ് എന്റെ ജീവിതം. കഥാപാത്രങ്ങളൊക്കെ എന്താ പറയാ, ഇനി എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ ആൾറെഡി ഇവിടെ ഉണ്ട്. നീ വരട്ടെ. ഞാൻ 17-ാം തീയതി ഇപ്പൊ പോണു. തമിഴാണ് ചെയ്യുന്നത്. അതല്ലേ? തമിഴ് தெரியுமா? பேச தெரியுமா? ஆமா, கொஞ்சம் கொஞ்சம் தெரியும். എനിക്കും தெரியும். எனக்கு தெரியும் சொல்லுங்க. எனக்கு தெரியும் சொல்லுங்க. എനിക്കും தெரியும். എനിക്കും മലയാളം ആச்சு. எனக்கும் வரும் அந்த மாதிரி. நம்ம பேசும்போது எல்லாம் அந்த மாதிரி வரும். எனக்கு தெரியும்.
அப்ப எனக்கும் தெரியும், எனக்கு தெரியும். தமிழும் கொஞ்சம் கொஞ்சம் பேசலாம். ஆமா, தமிழும் கொஞ்சம் கொஞ்சம் பேச வேண்டாம். நமக்கு பேசும்போது தமிழ்லயே பேசலாம்னு சொல்லுங்க. தமிழும் பேச வேண்டாம். நம்ம பேசும்போது நமக்கு தமிழ்லயே பேசலாம். ரெண்டு பேருக்கும் தான் தெரியும், நல்லா தெரியும். சரி, நான் கொஞ்சம் கொஞ்சம் பேசி பேசி. ஆமா 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 ஆமா, நானும் பேசுறேன். ஆனா இப்ப டப் பண்றது நான் கிடையாது. ஆனா இந்த பார்டர் வரும்போது மட்டும்தான் நான் டப் பண்ணும். ஆனா பாலக்காடு பார்டர், கன்னியாகுமரி பார்டர் அந்த மாதிரி போது நான் தான் டப் பண்ணும். இல்லைன்னா அவருக்கு ஒரு டோன் இருக்கு, அது நமக்கு கிடையாது. ஆனா அந்த கேரக்டர் நம்ம கையில போயிடும். அல்ல அது கிடையாது. ஆனா அவருக்கு எல்லா தமிழுக்கும் ஒரு டோன் இருக்கு. ஆமாண்டி, நீ எங்க போற? ஆமா, உனக்கு தெரியாதா? ഞാൻ ഇതുവരെ അഭിനയിച്ചപ്പോ അതുപോലെ ഒരെണ്ണം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു മതിപ്പാണ് തമിഴ് എന്ന് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ അതുപോലെയാണ് അവരെന്നെ അവിടെ കൊണ്ടുപോയി പൂജിക്കുന്നത്. അതിപ്പോ എല്ലാവരും അവരെ പേരൊക്കെ പറഞ്ഞ വായ കൊണ്ട് എന്നെ പറയാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് സ്വർഗമാണ്. ജൂനിയർ മനോരമാച്ചി എന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ മുമ്പ് എല്ലാ സിനിമയും കണ്ടിരുന്നു, സിനിമയൊക്കെ. അന്ന് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അറിയാം. ഞാനൊരു തമിഴ് സിനിമയില് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ പേര് പരകായം. അതിന്റെ മെയിൻ ഒരു ക്യാരക്ടർ കോളേജ് പയ്യൻ. അവന്റെ ഡയറക്ടർ വരുന്നറിയില്ലേ? ഡയറക്ടർ പേര് അറിയാം. ഞാനിപ്പോ അതൊന്നും അല്ല, പുള്ളി രണ്ട് സിനിമ എനിക്ക് പുള്ളി ഡയറക്ടറിനെ അവിടെ കൺട്രോളർ എന്ന് പറയല്ലോ ഒക്കെ മാനേജരാ. ഞാനിപ്പോ ചെന്നൈയിൽ പോകുന്നതാണ്. പക്ഷെ ഇത് ഒരിക്കപ്പോ ഒന്ന് ചെന്നൈയിൽ ഒന്ന് നാമക്കല്ലിലാണ്. അതൊരു ഡേറ്റ് അങ്ങോട്ട് ക്ലാഷായി നിൽക്കുന്നു. ഡേറ്റ് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ മനസ്സിലിപ്പോ ബേജാറായി തുടങ്ങി. ഞാനൊരു വെയിറ്റിംഗിലാണ് പോയി. അപ്പൊ നടക്കും, എല്ലാം നടക്കും. നീ എന്നെ എനിക്ക് കടവുളതാൻ കൊടുക്കും, കടവുളതാൻ കൂപ്പിടും. എന്തായാലും ഓക്കെ, താങ്ക്സ് ചേച്ചി. ബൈ, താങ്ക് യു.